തേവലക്കരയിൽ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും. മിഥുന്റെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്നും വീട് വെച്ച് നൽകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. KCB അടിയന്തര ധനസഹായമായ 5 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറി. സംഭവത്തിൽ സ്കൂളിലെ പ്രഥമ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തേവലക്കര ബോയ്സ് സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് UDF ഭരിക്കുന്ന പഞ്ചായത്ത് സമിതി തെളിയിക്കുന്ന രേഖകളും പുറത്തുവന്നു. രാജ്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട് UDF സമരരംഗത്ത് വന്നതോടെ അതേ UDF നേതൃത്വം നൽകുന്ന മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി എന്നുള്ള ആക്ഷേപവും അതിൻ്റെ തെളിവുകളും പുറത്തു വന്നപ്പോൾ UDF ഇപ്പോൾ നേതൃത്വം വെട്ടിലായിരിക്കുകയാണ്. സമാധാനം പറയേണ്ട അവസ്ഥ. ഇങ്ങനെയൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ സ്കൂൾ പ്രവർത്തിക്കില്ലായിരുന്നു, മിഥുൻ്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന അവസ്ഥയിൽ ഇപ്പോൾ എത്തി. അതേസമയം തന്നെ ഇന്ന് മന്ത്രിമാരായ വി ശിവൻകുട്ടി അതുപോലെ മന്ത്രി കെ എൻ ബാലഗോപാൽ ഇവർ സ്കൂളിൽ ഇന്ന് അപകടം നടന്ന സ്ഥലം സന്ദർശിച്ചു. അവിടെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. തുടർന്ന് അവിടെ വാർത്താ സമ്മേളനത്തിൽ 3 ലക്ഷം രൂപ കുടുംബത്തിന് അടിയന്തരമായി ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റുള്ള സഹായം മുഖ്യമന്ത്രി ദില്ലിയിൽ നിന്ന് വന്നതിന് ശേഷം ആലോചിച്ച് ഉടനെ കൈമാറും, ഈ ചടങ്ങുകൾക്ക് ശേഷം കൈമാറുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ഇവിടെ സന്ദർശിച്ചപ്പോൾ ഈ മിഥുൻ്റെ പിതാവിനെ അറിയിച്ചു. ഒപ്പം തന്നെ KCB വൈദ്യുതി മന്ത്രി പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ KCBയുടെ ഉദ്യോഗസ്ഥർ ദക്ഷിണ മേഖല ചീഫ് എഞ്ചിനീയർ ശ്രീ ബിജുവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കൊണ്ടുവരികയും ആ ചെക്ക് അമ്മയുടെ പേരിൽ മിഥുൻ്റെ അമ്മയുടെ പേരിലുള്ള ചെക്ക് 5 ലക്ഷം രൂപയുടെ ചെക്ക് ഇന്ന് കോവൂർ കുഞ്ഞുമോൻ MLA ആണ് ഈ കുടുംബത്തിന് കൈമാറിയത്. സമാന്തരമായ അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. HMനെ സ്കൂളിൻ്റെ ഹെഡ്മിസ്ട്രസിനെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതിന് നടപടികൾ ഇനി നടക്കും. ഒപ്പം തന്നെ KCBയുടെ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. KCBക്ക് വീഴ്ച സംഭവിച്ചെന്ന് ഇക്കാര്യത്തിൽ അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ പഞ്ചായത്തിനും ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു. ഇതിന് ഇന്ന് ഈ ബാലാവകാശ കമ്മീഷൻ സ്കൂൾ സന്ദർശിക്കുകയും ഇങ്ങനെ ഒരു അടച്ചുറപ്പില്ലാത്ത ഒരു കെട്ടിടത്തിന് ഇത്ര അപകടകരമായ വിധം ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഫിറ്റ്നസ് കിട്ടിയത് എന്ന് ബാലാവകാശ കമ്മീഷൻ തന്നെ ഇന്ന് സംശയം ഉന്നയിച്ചു. അത് UDF ഭരിക്കുന്ന മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്താണ് ഈ ഫിറ്റ്നസ് നൽകിയത്. ഇതും പരിശോധനയ്ക്ക് വിധേയമാക്കണം, അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് ബാലാവകാശ കമ്മീഷനും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ സ്കൂളിൻ്റെ വളപ്പിൽ നിന്ന് ഇലക്ട്രിക് ലൈൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനും ബാലാവകാശ കമ്മീഷൻ നടത്തിയ ചർച്ചയിൽ ധാരണയായി. അതിൽ പുറത്തൊരു പോസ്റ്റ് ഇടുന്നതിൻ്റെ ചെലവ് സ്കൂൾ മാനേജ്മെൻറ്റ് വഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം സ്കൂൾ മാനേജ്മെൻറ്റും ഇതിന് അർഹമായ ഈ കുട്ടിക്ക് ആവശ്യമായ ധനസഹായം നൽകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ അന്വേഷണത്തിൻ്റെ പോലീസിൻ്റെ അന്വേഷണവും ഇപ്പോൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അവർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനോടും അതേപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനോടും ഇത് സംബന്ധിച്ച അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ഇതിൻ്റെ പോലീസിൻ്റെ അന്വേഷണത്തിന് കൂടി നിലവിൽ വരും. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇനി ഈ നിലവിൽ കിട്ടുന്ന ഈ പകർപ്പുകൾ കൂടി ആവുന്നതോടുകൂടി ഇതിൻ്റെ സ്വഭാവം മാറും. ഇതിൽ FIRൽ പുതിയ വകുപ്പുകൾ ചുമത്തും, പ്രതിപട്ടികയും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. കുമാറാണ് വിവരങ്ങൾ നൽകിയത്.